രാജ്യവ്യാപക പ്രതിഷേധം. മോദി സർക്കാരിൻ്റെ ജനദ്രോഹ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, രാജ്യ താൽപ്പര്യങ്ങൾ ബലികഴിക്കുന്ന സമീപനങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരെ രാജ്യമൊന്നാകെ അലയടിച്ചു. പ്രതിഷേധം, പ്രക്ഷോഭം. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും വിവിധ ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത പണിമുടക്ക് 24 മണിക്കൂറിനോടടുക്കുന്നു. പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രതിധ്വനിച്ചു. വിയർപ്പുറ്റുന്നവൻ്റെ ആശങ്കയ്ക്കും നാടിനെ ചുമലിലേറ്റുന്നവൻ്റെ വേദനയ്ക്കുമൊപ്പം നിന്നു കേരളമാകെയും. പക്ഷേ എന്തിനും ഏതിനും കൊനഷ്ട് കാണുന്ന ചില പുതുയുഗ അരാഷ്ട്രീയവാദികൾ സ്വന്തം പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യം പോലും ബലികഴിച്ച് BJP സർക്കാരിനെതിരായ സമരത്തെ ആക്ഷേപിക്കുന്നു. അല്ലയോ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ, നിങ്ങൾ എൻ്റെ നാട്ടിലെ ദരിദ്രനാരായണന്മാരാൽ വിചാരണ ചെയ്യപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന മഹത്വവാക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നതിൽ ദുഃഖമുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ച സമരത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും യാത്ര ഒഴിവാക്കി സഹകരിക്കാത്തതും എന്തുകൊണ്ട്? ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ കൊളുത്തിയ തിരി കെടാത്തതെന്തേ സതീശ? വടകര ബേപ്പൂർ മോഡൽ പറവൂർ നേമം മോഡലാക്കി മാറ്റാനോ ഈ മോദി സ്നേഹമെന്ന് ആരെങ്കിലും നിഗമിച്ചാൽ തെറ്റുണ്ടോ? തൊഴിലാളികളുടെ താക്കീതിന് കേരളത്തിൽ ഒരു കൈ സഹായം നൽകാത്തവരാരൊക്കെ? അതിൻ്റെ താൽപ്പര്യങ്ങൾ എന്ത്?